വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. ഞങ്ങളിതാ ലോകാവസാനത്തെ കുറിച്ച് പരിപൂർണമായി കളവാക്കി നടന്നിരുന്നവരാണ്. ഇങ്ങനെ ഒരു ദിനമുണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിൽ കരുതിയിരുന്നില്ല. ലോകാവസാനം ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ തലയിലേത് നടക്കുന്നതായ എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, നാമധാരികളുണ്ട്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നാളെ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ നിങ്ങൾ വിളിച്ചു പറയുന്ന വാക്കാണ്, അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഹത്താ അതാനൽ യഖീൻ. ഞങ്ങൾ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ഖുർആൻ വചനങ്ങൾ കേൾക്കാതെ, ഒരു വാദിന്റെ മജ്‌ലിസുകൾ പോലും കാതു കൊടുക്കാതെ, ഒരു പള്ളിയിലേക്ക് പോലും നമസ്കാരത്തിന് വരാതെ, ഒരു ജുമുഅ പോലും ശ്രദ്ധിക്കാതെ ഭൗതിക ലോകങ്ങളുടെ മേച്ചിൽ പുറങ്ങൾ തേടിക്കൊണ്ട് നടന്നവരാണ്. ഈ രീതിയിൽ ഞങ്ങൾ ജീവിച്ചു പോകുമ്പോ പെട്ടെന്നതാ അസ്റായീൽ ഞങ്ങളിലേക്ക് വരുകയാണ്. മരണത്തിൻ്റെതാകുന്ന പിടി ഞങ്ങൾക്ക് മുറുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ പരിപൂർണമായി പിടിമുറുക്കി പോയി. ഇന്നിതാ മഹ്ശറയിലേക്ക് എത്തി നിൽക്കുകയാണ്. അല്ലാഹ് പറയുന്നു, ഫമാ തൻഫഉഹും ശഫാഅതു ശാഫിഈൻ. ഫമാ തൻഫഉഹും ശഫാഅതു ശാഫിഈൻ. നമസ്കരിക്കാതെ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് നടന്നവനല്ലേ, നോമ്പ് നോൽക്കാതെ നടന്നവനല്ലേ, ഖുർആൻ ഓതാതെ നടന്നവനല്ലേ, ദിക്റിന്റെ മജ്‌ലിസുകളെ തള്ളിക്കളഞ്ഞവനല്ലേ, മൗലിദുകളെ എതിർത്തുകൊണ്ട് നടന്നതല്ലേ, ഔലിയാക്കളെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരല്ലേ, അവരുടെ മഹത്വങ്ങളെ ഇടിത്തി താഴ്ത്തിക്കൊണ്ട് നടന്നവരല്ലേ. ഇതാ നിനക്ക് ഒരു നിലക്കുള്ള ശുപാർശയില്ല കേട്ടോ. ഫമാ തൻഫഉഹും ശഫാഅതു ശാഫിഈൻ. നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ ദർബാറിൽ അല്ലാഹു അനുമതി കൊടുത്തവൻ സംതൃപ്തിപ്പെട്ട അമ്പിയാക്കൾ വന്ന് റസൂലുള്ളാഹി അടക്കം വന്നുകൊണ്ട് ശുപാർശ ചെയ്യുമ്പോ ഈ വിഭാഗത്തിന്റെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. ഇവരെ അല്ലാഹു മൈൻഡ് ചെയ്യുകയേ ഇല്ല. വാപ്പയും ഉമ്മയും വന്നുകൊണ്ട് പറയുകയാണ്, എന്റെ മകനാണ്, എന്റെ മകളാണ്, എന്റെ മൂത്ത മകനാണ്, എന്റെ ഇളയ മകളാണ്, ഒന്ന് വിടണേ അല്ലാ, നരകത്തിൽ നിന്ന് പുറത്താക്കണേ അല്ലാ. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല പൊന്നുമോനെ. ഫമാ തൻഫഉഹും ശഫാഅതു ശാഫിഈൻ. ഒരു നിലക്കുമുള്ള ശുപാർശ അല്ലാഹു സ്വീകരിക്കില്ല. ഖുർആൻ ഒരാളുടെ ഈ ശുപാർശ അല്ലാഹു സ്വീകരിക്കില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണല്ലോ മഹ്ശറ എന്ന് പറയുന്നത്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. സമ്പത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്തതാകുന്ന ദിനമാണ് മഹ്ശറ. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഒരാളോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വൈര്യമില്ലാത്ത, അസൂയയില്ലാത്ത, പകയില്ലാത്തതാകുന്ന നല്ല മനസ്സുള്ളതായ ഏതൊരു മുഅ്മിനുണ്ടോ, മുഅ്മിനത്തുണ്ടോ, അവർക്ക് മാത്രമാണ് രക്ഷയുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരാളോടും വെറുപ്പോ വിദ്വേഷമോ വൈര്യമോ ഇല്ല. അങ്ങനത്തെ മനസ്സുണ്ടാക്കിയെടുത്ത വ്യക്തി, അവർക്ക് മാത്രമേ അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ സന്താനങ്ങളുണ്ട്, എനിക്കൊരു 10 മക്കളുണ്ട്, അല്ലാഹു എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തണം. എത്ര മക്കൾ വന്നിട്ടും കാര്യമില്ല. എനിക്ക് ആയിരക്കണക്കിന് ഗ്രോസറികളുണ്ട്, ബക്കാലകളുണ്ട്, ഷോപ്പിംഗ് മാളുകളുണ്ട്, ഹൈപ്പർ മാളുകളുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. ഒക്കെ മാറ്റി മോനെ, ഹല്ലി വല്ലി, ഇതൊക്കെ അള്ളാഹ് തന്നല്ലേ നിനക്ക്. പടച്ചവൻ തന്നതിലല്ലേ. ബിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതല്ലേ ഇതൊക്കെ. അതൊക്കെ വെച്ച് നീ അഹങ്കരിച്ചു. നിസ്കാരമില്ല, ഇബാദത്തില്ല, അമലുകളില്ല. ഇതൊന്നും വെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ചാട കാണിക്കാമെന്ന് നോക്കണ്ട. നിസ്കാരത്തിലൂടെ നീ നേടിയെടുത്തതാകുന്ന ആത്മീയ വിശുദ്ധി, അത് കാരണമായി നിന്റെ ഹൃദയം നന്നായിട്ടുണ്ട്. അതിലൂടെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.